ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാഹുലും പ്രിയങ്കയും കൂടി തെരുവിലിറങ്ങുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. പ്രതിഷേധം കടുക്കുമ്പോൾ അനുനയത്തിനുള്ള നീക്കം കേന്ദ്രവും തുടങ്ങിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് രാഹുലുമായി സംസാരിക്കുകയാണ്. സമരവേദിയിലെത്തി. മാത്രവുമല്ല, വിഷയത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രംഗത്തെത്തുന്നതും കണ്ടു. കുട്ടികളെ പ്രകോപിപ്പിക്കരുതെന്നും അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നുമാണ് ഇന്ന് പ്രധാനമന്ത്രി NDA ജനപ്രതിനിധികളോട് പറഞ്ഞതായി കിരൺ റിജിജു പറഞ്ഞിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ ഇന്നലെ വലിയ സംഘർഷമുണ്ടാവുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം വരുന്നത്. ഈ വിഷയം ഇന്ന് സഭയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ന് ഈ വിഷയത്തിലുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി നമുക്ക് നോക്കിയാൽ, നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നു എന്നതാണ്. ദിവസങ്ങൾക്ക് ശേഷം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കുട്ടികളെ പ്രകോപിപ്പിക്കരുതെന്നും അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം NDA ജനപ്രതിനിധികളോട് ഇന്ന് NDA യോഗത്തിൽ പറഞ്ഞു. തെറ്റായ വഴിയിലേക്ക് പോകാൻ എളുപ്പമാണ്, എന്നാൽ അവിടെ നിന്ന് കുട്ടികളെ തിരികെ കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. യുവാക്കളെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നതാണ് പ്രധാനമന്ത്രി ഇന്ന് NDA യോഗത്തിൽ പറഞ്ഞത്. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. യുവാക്കൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാരായവർക്കെതിരെ സർക്കാർ കർശന നടപടിയെടുത്തിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി ഈ യോഗത്തിൽ വ്യക്തമാക്കിയതായും കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പാർലമെന്റ് സുഗമമായി നടത്താൻ സഹകരിക്കണം എന്ന് പ്രതിപക്ഷത്തോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ വലിയ പ്രതിഷേധം സഭയിൽ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി അത്തരമൊരു അഭ്യർത്ഥന പ്രതിപക്ഷ പാർട്ടികൾക്ക് മുന്നാലെ വെച്ചത് എന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും സഭയിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. എന്തായാലും കിരൺ റിജിജു ഇന്ന് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നതൊന്ന് കേൾക്കാം. नीट के एग्जाम के बारे में आदरणीय प्रधानमंत्री जी ने कहा है कि जब का खबर आए तुरंत सरकार ने कार्रवाई किया और 13 लोगों को अरेस्ट करके जेल में डाल दिया गया है और साथ साथ जो छात्र हैं, स्टूडेंट्स हैं, उनका भविष्य को नुकसान ना हो इसलिए री एग्जामिनेशन नीट का प्राथमिकता दिया गया और री एग्जामिनेशन को सक्सेसफुली सफलतापूर्वक कंडक्ट किया गया और उसका रिजल्ट निकालने में कोई विलंब नहीं किया। तो दोबारा इस तरह का पेपर लीक ना हो इसके लिए सख्ती से कदम जो उठाया गया है। जिन्होंने पेपर लीक धंधे में जो लिप्त है, जो लोग दोषी पाए गए हैं, जिसको अरेस्ट किया गया है, उसको जेल में डाल करके प्रधानमंत्री जी ने अपील भी किया है कि उनका जो सजा है उसको सख्ती से सख्ती सजा कैसे दिया जाए उसमें सारा टॉप क्लास के वकील लोग भी साथ दें ताकि जो पेपर लीक जैसे पाप काम किया है उन लोगों को घोर सख्त सजा मिले और आगे पेपर लीक नहीं होने के लिए सख्ती से जो कदम उठाया गया है उसके बारे में भी प्रधानमंत्री जी ने जानकारी दिया. പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ യോഗത്തിൽ പറഞ്ഞു എന്നതാണ് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാരുമായി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കോക്രോച്ച് പാർട്ടി പ്രതിനിധികൾ ചർച്ച നടത്തിയെങ്കിലും കൃത്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചിരുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CJP വക്താവ് സൗരഭ് ദാസ് വ്യക്തമാക്കിയിരുന്നു. പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിയുന്ന സാഹചര്യമുണ്ടായി. നാളെ രാവിലെ 11 മണിക്കാകും സഭ വീണ്ടും ചേരുക. ഇന്ന് 3 തവണയാണ് സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. പ്രതിപക്ഷ പ്രതിഷേധം അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് സ്പീക്കറും ചെയർമാനും സഭ പിരിച്ചത്.
ഇന്നത്തേക്ക് പിരിയുന്നതായി അറിയിച്ചത്. മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായി ഇന്നലെ തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധം ശക്തമായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച വിവാദം, വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, ഒപ്പം അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭാവന തട്ടിപ്പ് ആരോപണം എന്നിവ ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും ശക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ച പ്രതിപക്ഷ നേതാക്കൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാർ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് ആരോപിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇന്നും ശക്തമായ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ അരങ്ങേറിയത്. സഭാ നടപടികൾ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ CJPക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ജന്തർ മന്ദറിൽ CJP നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ പ്രതിഷേധം നയിച്ചു. കേരള മുഖ്യമന്ത്രി VD സതീശനും ആ പ്രതിഷേധത്തിൽ അണിനിരന്നു. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള MP-മാരും പ്രവർത്തകരും ഇതിൽ പങ്കാളികളായി. സമരത്തിൽ പങ്കെടുത്ത നേതാക്കളടക്കമുള്ളവരെ പോലീസ് ഇതിനിടെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ടായിരുന്നു. മന്ത്രി PC വിഷ്ണുനാഥും കസ്റ്റഡിയിലെടുത്ത നേതാക്കളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെ തറയിലൂടെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോലീസ് വാഹനത്തിൽ കയറ്റിയത്. അങ്ങനെ കുറെ പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പക്ഷേ ഇപ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ ഈ സമരത്തിന് മുൻപ്, സഭാ നടപടികൾക്ക് മുമ്പ് പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള വിദ്യാർത്ഥികളെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സന്ദർശിച്ചിരുന്നു. CJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നതിനെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സമരക്കാർക്കൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിന് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഈ സമരവേദിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി VD സതീശൻ അവിടേക്ക് എത്തുന്നതാണ്. അങ്ങനെ വലിയ ഒരു സമരമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയുമാണ്. 30 ദിവസമായി നടന്നു വരുന്ന സമരം ആണ് അവിടെ നടക്കുന്നത്. അതിപ്പോൾ വലിയ ശക്തമായ ഒരു പ്രതിഷേധമായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ. രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആ സമരവേദിയിലെത്തുമ്പോൾ ആ സമരം കൂടുതൽ കടുക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.